ലെവിൻ കെ വിജയനും ഒപ്പം ആൽവിൻ തോമസും നമുക്കിപ്പം ഉണ്ട്. ആദ്യം ലെവിനിലേക്കാണ്. ലെവിൻ, ഗുഡ് ഈവനിങ്. നമ്മളിപ്പം ഈ ജില്ലയിലെ മണ്ഡലങ്ങളൊക്കെ വെച്ച് ഒരു പൊതു സാഹചര്യം പരിശോധിക്കുകയായിരുന്നു. ഈ നിലവിലെ സാഹചര്യം മാറണം എന്നാണ് പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശൻ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു കാര്യം. അപ്പോൾ എന്താണ് നിലവിലെ ഒരു മുൻതൂക്കമൊക്കെ നമുക്ക് മനസ്സിലാക്കുമ്പോൾ? കാരണം BJPക്കും വലിയ വേരോട്ടമുള്ള മണ്ണാണല്ലോ, സഭാ വോട്ടുകൾ നിർണായകമാകുന്ന സ്ഥലമാണ്. ഇപ്പോൾ ഈ FCRA ഈ ഭേദഗതിയൊക്കെ വന്ന് സജീവ ചർച്ചയായിട്ട് നിൽക്കുന്ന ഒരു സാഹചര്യം കൂടിയാണ്. സേതു, നമുക്കറിയാം തൃശ്ശൂരിൻ്റെ സാഹചര്യങ്ങൾ നമ്മൾ പലവട്ടം പലകുറി പറഞ്ഞു പോയിട്ടുള്ളതാണ്. കേരളത്തിൻ്റെ രാഷ്ട്രീയ ഭൂമികയിലും ഭൂപ്രകൃതിയിലുമെല്ലാം മുഖ്യസ്ഥാനത്ത് മധ്യസ്ഥാനത്ത് നിൽക്കുന്ന ജില്ലയാണ് തൃശ്ശൂർ. ആ തൃശ്ശൂരിൽ നടക്കുന്ന ഓരോ രാഷ്ട്രീയ സംഭവ വികാസങ്ങളും അത് കേരളത്തിൽ തന്നെ ശ്രദ്ധിക്കപ്പെടുന്നതാണ്. ഒരുപക്ഷെ ദേശീയ രാഷ്ട്രീയത്തിൽ പോലും തൃശ്ശൂരിൽ നടന്നിട്ടുള്ള സംഭവ വികാസങ്ങൾ ശ്രദ്ധേയമായ നിലയിലേക്ക് കാര്യങ്ങൾ എത്തിയിട്ടുണ്ട്. തൃശ്ശൂരെ സംബന്ധിച്ചുകൊണ്ട് ഇത്തവണ നടക്കുന്നത് വളരെ വലിയ ശക്തമായ മത്സരമാണ്. പല മണ്ഡലങ്ങളിലും അതിശക്തമായ പോരാട്ടങ്ങളാണ് നടക്കുന്നത്. ത്രികോണ മത്സരങ്ങൾ നടക്കുന്ന മണ്ഡലങ്ങളുടെ എണ്ണത്തിലേക്ക് ഒരുപക്ഷെ വർധനവുണ്ടാകുന്ന നിലയിലേക്ക് കൂടി കാര്യങ്ങൾ എത്തിയിട്ടുണ്ട്. നേരത്തെ നമ്മൾ പ്രതീക്ഷിച്ചിരുന്നത് തൃശ്ശൂരായിരിക്കും ഒരു ത്രികോണ മത്സരം നടക്കുന്നത് എന്നുള്ളതാണ്. അത് മണലൂരിലേക്കും നാട്ടികയിലേക്കും ഒക്കെ എത്തിയിരിക്കുന്നു എന്നുള്ളതാണ് ജില്ലയിലെ പൊതുവായ സാഹചര്യങ്ങൾ പരിശോധിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ശക്തമായ പ്രചാരണമാണ് ഓരോ മുന്നണിയും മുന്നോട്ട് കൊണ്ടുപോകുന്നത്. ഏറ്റവും പ്രധാനപ്പെട്ട നേതാക്കളെ, ദേശീയ നേതാക്കളെ തന്നെ രംഗത്തിറക്കിക്കൊണ്ട് പ്രചാരണ രംഗത്ത് ഓരോ മുന്നണികളും അവരുടെ കരുത്ത് തെളിയിക്കാനുള്ള ഒരു മത്സരം തന്നെയാണ് നടക്കുന്നത് എന്നുള്ളത് അറിയാം. കഴിഞ്ഞ ദിവസം പ്രധാനമന്ത്രി വന്നുപോയപ്പോൾ BJP NDA ക്യാമ്പിൻ്റെ ആവേശം നമ്മൾ ഏറെ നേരം കണ്ടതാണ്. അത് നേരിട്ട് അനുഭവിക്കാൻ കഴിഞ്ഞതാണ്. അതോടൊപ്പം തന്നെയാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ അടക്കം CPM-നെയും LDF-നെയും ഒക്കെ സംബന്ധിച്ചുകൊണ്ട് ഏറ്റവും പ്രധാനപ്പെട്ട നേതാക്കൾ ദിവസങ്ങളോളം ക്യാമ്പ് ചെയ്തുകൊണ്ട് ഒന്നിടവിട്ട് നേതാക്കൾ എത്തിക്കൊണ്ടിരിക്കുന്ന പല മണ്ഡലങ്ങളും ജില്ലയിലുണ്ട്. AICC ജനറൽ സെക്രട്ടറി KC വേണുഗോപാലും പ്രതിപക്ഷ നേതാവും രമേശ് ചെന്നിത്തലയും അടക്കമുള്ള ഏറ്റവും പ്രധാനപ്പെട്ട നേതാക്കൾ സ്ഥിരമായി പ്രചരണം നടത്തുന്ന മണ്ഡലങ്ങളുണ്ട്. അങ്ങനെ ഒട്ടേറെ മണ്ഡലങ്ങൾ, 13 മണ്ഡലങ്ങളും രാഷ്ട്രീയ സാഹചര്യം പരിശോധിച്ചു കഴിഞ്ഞാൽ അത്തരത്തിൽ തന്നെയാണ് കാര്യങ്ങൾ. ഏറ്റവും ശ്രദ്ധേയമായ മത്സരം നടക്കുന്നത് തൃശ്ശൂരും മണലൂരും അതോടൊപ്പം തന്നെ ഗുരുവായൂരും നാട്ടികയും ഒക്കെ. അങ്ങനെ എണ്ണിയാൽ ഒരുപാട് മത്സരങ്ങൾ നടക്കുന്ന ഒട്ടേറെ മണ്ഡലങ്ങൾ ജില്ലയിലുണ്ട്. അതുതന്നെയാണ് ജില്ലയിലെ പോരാട്ടത്തിന്റെ വീറും വാശിയും വർദ്ധിപ്പിക്കുന്നത്. സേതു, രുചീഷ്. ലെവിൻ ഈ പറഞ്ഞതുപോലെ എല്ലാവർക്കും പ്രാധാന്യമുണ്ട്. എല്ലാ പ്രധാനപ്പെട്ട നേതാക്കളും വരാൻ കാരണം തൃശ്ശൂർ കിട്ടണം എന്നത് എല്ലാവർക്കും. തൃശ്ശൂർ ആരെടുക്കുമെന്നതാണ് ചോദിക്കാനുള്ളത്. നമ്മൾ പക്ഷേ സ്ഥിരമായി ചോദിക്കുന്നത് കോൺഗ്രസിന്റെ എങ്ങനെയെങ്കിലും ഈ നിലവിലെ സ്ഥിതി മാറുമോ ഇല്ലയോ എന്നുള്ളത്. തീർച്ചയായും നമ്മോടൊപ്പം ആൽവിൻ കൂടി ചേരുകയാണ്. സ്പെഷ്യലിസ്റ്റ് ആൽവിൻ, നമ്മൾ കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥി പട്ടികയൊക്കെ പരിശോധിച്ചപ്പോൾ നമുക്ക് ചേലക്കരയിലെ കാര്യമൊക്കെ അറിയാം. അതോടൊപ്പം വൈശാഖിനെ മത്സരിപ്പിക്കുമ്പോൾ ഉണ്ടായ പ്രശ്നങ്ങൾ അറിയാം. പക്ഷേ എങ്കിൽ കൂടി തൃശ്ശൂരിൽ വലിയ പ്രതീക്ഷ ഇത്തവണ കോൺഗ്രസ് വെച്ച് പുലർത്തുന്നുണ്ട്. കഴിഞ്ഞ 2 തെരഞ്ഞെടുപ്പുകളിൽ ഓരോ സീറ്റുകൾ മാത്രം കിട്ടിക്കൊണ്ടുനിന്ന സ്ഥലമാണ്. അത് പോരാ, ഇത്തവണ ഒരു ഭരണത്തിലേക്ക് വരണമെങ്കിൽ എന്തായാലും തൃശ്ശൂരിൽ സീറ്റ് ഉയർത്തണം. ആ രീതിയിൽ തന്നെയുള്ള പ്രചാരണ പ്രവർത്തനങ്ങൾ നടക്കുന്നുണ്ടോ? എന്താണ് തൃശ്ശൂരിലെ കോൺഗ്രസിന്റെ ഒരു ക്യാമ്പിൽ നിന്നുള്ള വിവരങ്ങൾ? നിശ്ചയമായും ജീഷ സേതു പറഞ്ഞതുപോലെ തന്നെ ഏതാണ്ട് 1991 തൃശ്ശൂരിലെ 14 മണ്ഡലങ്ങളിൽ 10 മണ്ഡലങ്ങളും നേടി അന്ന് കോൺഗ്രസ് വലിയ തോതിൽ മുന്നേറ്റം ഉണ്ടാക്കാൻ സാധിച്ചത്. പിന്നീട് അങ്ങോട്ട് അത് താഴ്ന്നു വീഴുന്ന കാഴ്ചയാണ് കണ്ടതെങ്കിൽ കഴിഞ്ഞ 2 തവണ ആകെ ഓരോ മണ്ഡലത്തിൽ മാത്രമാണ് കോൺഗ്രസിന് ജയിക്കാനായത് എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയം. അതുകൊണ്ട് തന്നെ ഇത്തവണത്തെ കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥി പട്ടിക വളരെ കൃത്യമായി ഏറെ നേരം ചർച്ചകൾ ചെയ്തൊക്കെ ശേഷം ഒടുവിൽ പുറത്തുവിട്ട ഒരു പട്ടികയാണ്. ആ പട്ടികയിൽ ഇപ്പോഴും കോൺഗ്രസിൻ്റെ ഒരു പ്രതീക്ഷ എന്ന് പറയുന്നത് മത്സരിച്ച് ജയിക്കാൻ കഴിയുന്ന ഏതാണ്ട് 8ഓളം സീറ്റുകളിൽ ജയിക്കാൻ കഴിയുമെന്നുള്ള ഒരു പ്രതീക്ഷയുണ്ട്. മറ്റിടങ്ങളിൽ നല്ല മത്സരം നടക്കുന്നുണ്ട് എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയം. അതിൽ എടുത്തു പറയേണ്ടത് ഗുരുവായൂരാണ്. അതോടൊപ്പം തന്നെ ചാലക്കുടി മണ്ഡലം നമുക്കറിയാവുന്ന പോലെ സിറ്റിംഗ് മണ്ഡലം അത് മാത്രമാണ് ഉള്ളത്. അതോടൊപ്പം തന്നെ മണലൂരിൽ TN പ്രതാപൻ, മുതിർന്ന കോൺഗ്രസ് നേതാവ് TN പ്രതാപൻ അത് തിരിച്ചു പിടിക്കുമെന്നുള്ള ഉറച്ച പ്രതീക്ഷയിലാണ് കോൺഗ്രസ് ഉള്ളത്. തൃശ്ശൂർ ഈ പറഞ്ഞതുപോലെ നഗരത്തിൽ രാജൻ ജെ പല്ലൻ, അദ്ദേഹം ഇപ്പോഴും നിലവിൽ കൗൺസിലർ കൂടിയാണ്. അവിടെ നിരവധി ആളുകളുമായി ബന്ധമുള്ള ആളാണ്. വ്യക്തിപരമായ ആളുകളുമായി ബന്ധമുള്ള ആളാണ്. യുവാക്കളുമായി ഇപ്പോഴും നല്ല ബന്ധം കാത്തു സൂക്ഷിക്കുന്ന ഒരാളാണ്. അദ്ദേഹത്തിന് ഇത്തവണ അവിടെ പിടിച്ചെടുക്കാൻ കഴിയുമെന്നുള്ളതാണ്. പത്മജയെ ഏതെങ്കിലും തരത്തിൽ കടവഴി തോൽപ്പിച്ച് ഒരു ജയത്തിലേക്ക് വരുമെന്ന് തന്നെയാണ് കോൺഗ്രസ് പ്രതീക്ഷിക്കുന്നത്. അതോടൊപ്പം തന്നെ ഇരിങ്ങാലക്കുട മണ്ഡലം ജോസഫ് വിഭാഗത്തിൻ്റെ മണ്ഡലമാണ്. വർഷങ്ങളോളം തോമസ് ഉണ്ണിയാടൻ അവിടെ MLA ആയിരുന്ന ആളാണ്. പക്ഷേ കഴിഞ്ഞ തവണ അവിടെ കാല് തെന്നി വീഴുകയും ചെയ്തു. പക്ഷേ ഇത്തവണ മണ്ഡലം തിരിച്ചു പിടിക്കുമെന്നുള്ള പ്രതീക്ഷ UDF-ന് നിലനിൽക്കുന്നുണ്ട്. കയ്പമംഗലത്തും TM നസീറിനെ സംബന്ധിച്ചിടത്തോളം വലിയ പ്രതീക്ഷ കോൺഗ്രസിനുണ്ട്. വടക്കാഞ്ചേരിയിലാണെങ്കിലും ഒല്ലൂരിലാണെങ്കിലും ഒക്കെയും ഇത്തരത്തിലുണ്ട്.
മണ്ഡലങ്ങളുണ്ട്. പ്രത്യേകിച്ച് എടുത്തു പറയേണ്ട മറ്റൊരു മണ്ഡലം കൊടുങ്ങല്ലൂർ കൂടിയാണ്. യൂത്ത് കോൺഗ്രസിൻ്റെ സംസ്ഥാന അധ്യക്ഷൻ OJ ജനീഷാണ് ആ കളത്തിലിറങ്ങുന്നത്. കഴിഞ്ഞ തവണ യൂത്ത് കോൺഗ്രസിൻ്റെ സംസ്ഥാന അധ്യക്ഷൻ പാലക്കാട് ഉണ്ടായപ്പോൾ എന്താണ് സംഭവിച്ചത്? അതൊക്കെ ഒന്നും അല്ലാതെ ആ പ്രചരണത്തിൽ നിന്നൊക്കെ തെന്നി മാറി അത്തരത്തിലുള്ള പ്രചരണത്തിലേ അല്ല, വളരെ ആളുകളുമായി ബന്ധപ്പെട്ടുള്ള ഒരു പ്രചരണം നടത്തിയൊക്കെയാണ് അദ്ദേഹം മുന്നേറുന്നത്. അതുകൊണ്ട് തന്നെ ഈ പ്രതീക്ഷയിലൊക്കെയാണ് UDF-ഉം കോൺഗ്രസും ഉള്ളത്. ഏതാണ്ട് 8-9 സീറ്റുകളിൽ അവർക്ക് നിശ്ചയമായും വിജയം ഉറപ്പിക്കാൻ കഴിയുമെന്നുള്ളൊരു പ്രതീക്ഷയാണ് തൃശ്ശൂരിനെ സംബന്ധിച്ചിടത്തോളം ഉള്ളത്. അത് വളരെ ഭഗീരഥ പ്രയത്നം തന്നെയാണ്. നമുക്കറിയാവുന്നതുപോലെ മധ്യകേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ജില്ല കൂടിയാണ്. തൃശ്ശൂർ കൂടി പിടിച്ചാൽ മാത്രമേ പ്രതിപക്ഷ നേതാവ് VD സതീശൻ പറഞ്ഞ ഈ മധ്യകേരളത്തിൽ പിടിക്കുമെന്ന് പറഞ്ഞ സ്ഥലങ്ങളിൽ തൃശ്ശൂരുണ്ട്. അപ്പൊ അതുകൊണ്ട് തൃശ്ശൂര് പ്രവചനാതീതമായി നിൽക്കുന്നു. ആരൊക്കെ എവിടേക്ക് ആര് തൃശ്ശൂർ എടുക്കും, ആരല്ല ആരൊക്കെ തൃശ്ശൂർ എടുക്കും എന്നുള്ളത് ഇനി കാത്തിരുന്നറിയണം.